ഗോവയാണ് ഇത്തവണ നമ്മുടെ എതിരാളികൾ, കരുതിയിരിക്കണം. ജോണേ ഇറങ്ങി പാടാ, ഇത്തവണ നാണം കെട്ട തോൽവിക്ക് നമ്മൾ പകരം ചോദിക്കണം. ഇല്ലെങ്കിൽ കേരള പോലീസില് മിടുക്കന്മാരില്ലാന്ന് ഇന്ത്യ മുഴുവൻ അങ്ങ് ധരിച്ചു കളയും. ഇത് വേണോ? ഇത്രയും നാളും കളിച്ച പോലെയല്ല, ഇത് വലിയ കളിയാ. എടാ നീ കേട്ടിട്ടില്ലേ, നോ പെയിൻ നോ ഗെയിൻ. സാർ ഈ കേസ് ജയിക്കണം. ഞാൻ ഈ കേസിൽ ജയിക്കും. തനിക്ക് വേണ്ടിയല്ല, എനിക്ക് വേണ്ടി. തോറ്റവന്റെ ദുഃഖഭാരത്തോടെ മേനോനി കോടതിയിൽ നിന്ന് ഇറങ്ങി പോയിട്ടില്ല ഇതുവരെ. ഓ ശരിക്കും ദൈവമാണ് എന്നെ നിന്റെ അടുത്ത് തന്നെ എത്തിച്ചത്. വേണ്ട മോനെ, ആ കോളനിയിലെ പിള്ളേരെല്ലാം വെടക്ക് പിള്ളേരാ. അവനെ കൈവച്ച പുല്ലനിന് നേരെ നിൽക്കൂല. ഇതിന് പ്രതികാരം ചെയ്തിട്ട് ഞങ്ങൾ തിരിച്ചു വരും. എത്ര വൈകിയാലും നമ്മൾ കാത്തുക്കും. ഇന്നത്തോടെ തീർക്കണം. തീർത്തേക്കാടാ. നീ എന്താ അവിടെ കുട്ടി തീപ്പന്തൽ വായിക്കാറുണ്ടല്ലേ? ഊത്ത് നിൽക്കുന്നില്ല. വടക്കൻ വീട്ടിൽ കൊച്ചുകുഞ്ഞിനോട് അടക്കാൻ നിൽക്കല്ലേ, ഒടച്ച് കൈ തരും ഞാൻ. നീ എന്തിനു വിചാരിച്ച് ഞാൻ പെട്ടിയും പടം മുടക്കി കാശിക്ക് വന്ന് വിചാരിച്ച? തള്ള നിനക്ക് തെറ്റിയടേ. എന്തരായാലും നീ എന്നെ ഇങ്ങാട്ട് വിളിച്ചു വരുത്തിയ സ്ഥിതിക്ക് നിന്റെ കച്ചവടം പൊട്ടി താക്കോലുമായിട്ടേ ഞാൻ പോണോളൂ. രാജുട്ട എഴുതി വാങ്ങിയിരടെ ഇവന്റെ സാവര ജംഗമോ അല്ലേ. അന്തരാസ് കൂന്തരാസ് അവന്റെ അമ്മേരെ തള്ളേ കലിപ്പ് തീരണില്ലല്ലേ. എന്തടാ ഒരു അണ്ടർവെയറെങ്കിലും തന്നിട്ട് പോണ? ആരുടെ ആയാലും മതി, വെളിയിറങ്ങാൻ നിവൃത്തിയില്ലെന്നേ. അപ്പൊ ഇനി നമ്മൾ തമ്മിൽ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഉണ്ടാക്കരുത്, എനിക്ക് വയ്യ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. കൂൾ ഡൗൺ. ഏത് പട്ടിക്ക് ഒരു ദിവസം ഉണ്ടെന്നല്ല പറയാറ്, അതുപോലെ സാറിനുണ്ടാവും ഒരു ദിവസം. അടുത്ത മത്സരത്തിൽ എടുത്തോളാന്ന് പറയാൻ ഈ വർഷം വേറെ മത്സരങ്ങളൊന്നുമില്ല. അടുത്ത വർഷം ഉണ്ടല്ലോ. ശ്രാങ്കേ, ഒരു സർബത്ത് കുടിച്ചിട്ട് പോവാ. എന്റെ പൊന്നോ വേണ്ട. എന്നിട്ട് കാശിലാന്ന് പറയുമ്പോ താരിക്കിട്ട് തട്ടാനല്ലേ? മൊയിലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. തിരുമേനിയോട് യാത്ര പറഞ്ഞില്ല. ഇവിടെ ഉണ്ടായിരുന്നോ? പിന്നെ ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് അടുത്ത ശനിയാഴ്ച വരാമെന്നില്ല. ശരി. ഒരു തുടക്കമാണെന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം ഇപ്പൊ മനസ്സിലായല്ലോ. ഇനിയുള്ള കളികളിൽ ആര് ജയിക്കുമെന്ന് നമുക്ക് നോക്കാം. മത്സരം ഇവിടെ അവസാനിക്കുന്നില്ല. ഇനി നിന്റെ ഒപ്പം എത്താനുള്ള ഓട്ടം ഞാൻ ആരംഭിക്കാൻ പോകും. ഇനി നിങ്ങൾ കാണാൻ കിടക്കുന്നുള്ളൂ മഞ്ഞക്കുതിരയുടെ പടയോട്ടം കേട്ടോ.